ഇന്ന് ഇന്ത്യൻ ടീമിനെ താങ്ങി നിർത്തിയത് സൂര്യകുമാറായിരുന്നു. 53 റൺസാണ് സൂര്യ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ഇന്ത്യയുടെ നട്ടെല്ല് സൂര്യ തന്നെയായിരുന്നു. സൂര്യ ഇന്ന് കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ലോ സ്കോർ കിട്ടിയേനെ. ഇന്ന് കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് സൂര്യകുമാറായിരുന്നു. ശേഷം സൂര്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 79 റൺസിൽ ഇന്ത്യയുടെ 4 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ സൂര്യ ഒരുക്കമല്ലായിരുന്നു. സൂര്യ മികച്ച കളി പുറത്തെടുത്തു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ വേൾഡ് കപ്പിൽ എനിക്ക് മികച്ച കളി പുറത്തെടുക്കണം. ഇന്ത്യൻ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് നേടിക്കൊടുക്കണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡ്രീം. ഞാനിപ്പോൾ മികച്ച ഫോമിലാണ്. രോഹിത് ശർമ്മ എൻ്റെ ഇഷ്ടത്തിന് കളിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല. ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ഇതുവരെ അവസരം കിട്ടാത്ത ജയ്സ്വാളിനും സഞ്ജുവിനും ഞാൻ സമർപ്പിക്കുന്നു. ഈ 2 താരങ്ങളും മികച്ചവരാണ്. പക്ഷേ പ്ലേയിങ് 11-ൽ എല്ലാവർക്കും സ്ഥാനം കിട്ടില്ല. പ്ലേയിങ് 11 മാറ്റാൻ രോഹിത് ശർമ്മയും ഒരുക്കമല്ല. കളി ഞങ്ങൾ ജയിച്ചുവെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട്. വേൾഡ് കപ്പിൽ മറ്റൊരു മാൻ ഓഫ് ദി മാച്ച് വാങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വരുന്ന മത്സരത്തിലും ഇതേ കളി ഞാൻ ആവർത്തിക്കുമെന്ന് സൂര്യ വ്യക്തമാക്കി. സൂര്യയ്ക്ക് സഞ്ജുവിനെ ഇഷ്ടമാണ്. സൂര്യ കേരളത്തിൽ വന്നപ്പോൾ സഞ്ജുവിൻ്റെ ഫോട്ടോ ആരാധകർക്ക് മുന്നിൽ നീട്ടിയിരുന്നു. സഞ്ജുവിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന താരമാണ് സൂര്യകുമാർ. സൂര്യ ഇന്നത്തെ അവാർഡ് സഞ്ജുവിനാണ് സമർപ്പിച്ചത്. കാരണം സഞ്ജുവിനെ ഒരു മാച്ചിൽ പോലും കളിക്കാൻ സാധിച്ചിട്ടില്ല. സൈഡ് ബെഞ്ചിലാണ് സഞ്ജു ഇപ്പോഴും. സഞ്ജു പ്രതിഭയുള്ള കളിക്കാരനാണെന്ന് സൂര്യയ്ക്ക് അറിയാം. ഇന്ന് അഫ്ഗാനെതിരെ 151 റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. സെക്കൻഡ് ബാറ്റിങ്ങിൽ അഫ്ഗാൻ 134 റൺസിൽ ഓൾ ഔട്ടായി. സൂപ്പർ 8-ലെ ആദ്യ കളി തന്നെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യ സെമിയിലേക്ക് എത്തുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.